ല്ലേ മുനിമാര് പോലും സുന്ദരികളായ സ്ത്രീകളെ കണ്ട് ലവ് മൂത്ത് മയങ്ങിപ്പോയിട്ടുണ്ട്. മുനിമാർക്കൊക്കെ വൈഫും ഫാമിലിയും മക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വിഭാണ്ടകന്റെ മകൻ ഋഷിശൃംഗൻ അംഗരാജ്യത്ത് മഴ വേപ്പിച്ച കഥയൊക്കെ നീ കേട്ടിട്ടില്ലേ? ആ, അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. അത് മാത്രല്ല, പണ്ട് തോണിക്കാരിയായ സത്യവതിയെ കണ്ട് ഒരു മുനിക്ക് ലവ് തോന്നിയിട്ടില്ലേ? ആ ലവിൽ നിന്നല്ലേ വേദവ്യാസം പോലും ഉണ്ടായത്. അങ്ങനെ പെണ്ണ് ആളിനെ മയക്കിയ സ്റ്റോറിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് നിന്റെ സ്റ്റോറി ഇപ്പോഴും ബെഡ്റൂമിൽ തന്നെ നിലത്ത് ഷീറ്റ് വിരിച്ച് കിടക്കുന്ന വരെ എത്തിയിട്ടുള്ളൂ. വെരി ബാഡ് ബാഡ് ബാഡ്. ഈ ഹിറ്റർ മുന്നിൽ തപസ്സിളക്കാനേ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോഴേ ഒരു വേദവ്യാസം ജനിച്ചാലോ? പോമ്മേ, പാവം വേണ്ടി. അല്ല അതല്ല. എന്താ എന്താ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? ടെൻഷനില്ലാതെ പിന്നെ ഇതൊക്കെ ഡി കെ അറിഞ്ഞുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് വല്ല ചിന്തയുണ്ടോ നിങ്ങൾക്ക്? ഡി കെയുടെ നെറ്റ്വർക്കിൽ പെടാത്ത ഒന്നും ഈ നാട്ടിൽ നടക്കില്ലെന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ആ നെറ്റ്വർക്കിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കളിക്കുന്നത്. അത് ഓർമ്മ വേണം. എന്തെങ്കിലും ഒരു സൂചന കിട്ടി ഡി കെ ഒരു എൻക്വയറി നടത്തിയ അതോടെ തീരും നമ്മുടെ എല്ലാ പ്ലാനും. ഡി കെ എൻക്വയറി ഒന്നും നടത്തണ്ട. അല്ലാതെ തന്നെ നമ്മൾ എവിടെ പോയാലും എന്തിനു പോയാലും എല്ലാം ഡി കെയിൽ എത്താറുള്ളതാ പതിവ്. ഇനി ഇതും അങ്ങനെ എങ്ങാനും എത്തിയ എന്റെ അമ്മോ, എനിക്ക് ആലോചിക്കാനേ വയ്യ. ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നനഞ്ഞിറങ്ങി. ഇനി കുളിച്ചേ കയറാൻ പറ്റൂ. ഡോക്യുമെന്റ്സ് ബാങ്കിൽ സബ്മിറ്റ് ചെയ്താ ഉടൻ ലോൺ കിട്ടും. പിന്നെ ബാക്കി കാര്യങ്ങൾ വേഗം നീക്കണം. ലോൺ കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് നമ്മുടെ വഴി നോക്കണം. ആ ജ്യോതിക്ക് ഇനി ഒരു വാക്ക് നമുക്കെതിരെ സംസാരിക്കാനുള്ള അവസരം കൊടുക്കരുത്. എന്താ എന്നെ കണ്ടപ്പോ എല്ലാവർക്കും വല്ലാത്തൊരു ചിരി? എന്തു പറ്റി? താരേ, നിന്റെ ചിരി കുറച്ച് കൂടുതലാണല്ലോ. എന്താ നിങ്ങൾ എല്ലാരും കൂടി ഒരു മീറ്റിംഗ്? ഓ, എന്ത് മീറ്റിംഗ്? ഒരു മീറ്റിംഗും ഇല്ല. ഞങ്ങള് ചുമ്മാ ഇവിടെ കാറ്റുകൊള്ളായിരുന്നേ ഉള്ളൂ. മീറ്റിംഗ് കൂടാൻ ഞങ്ങൾ കോടികളുടെ കളിയൊന്നും കളിക്കുന്നില്ലല്ലോ മഹേശി. ഡി കെയുടെ പിച്ചക്കാശ് വാങ്ങുന്ന പാവ അടിമകള്. ബാലു, നീ എന്താ ഈ പറയുന്നതെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? സ്വന്തം മക്കളായിട്ടാ ഡി കെ നിങ്ങളെ കരുതിയിരിക്കുന്നത്. ആ ജ്യോതിയുടെ വാക്ക് കേട്ട് ഡി കെയെ കുറിച്ച് മറിച്ചെന്തെങ്കിലും ചിന്തിച്ചാ അത് വലിയ തെറ്റായി പോവും. ഞങ്ങൾക്കങ്ങനെ വലിയ കഴിവൊന്നുമില്ല ഏട്ടത്തി. ടി കെ പറയുന്നത് കേട്ട് ജീവിക്കാന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഇതല്ലാതെ വേറൊരു പണിയും അറിയില്ല. ഈയിടെയായിട്ട് നിങ്ങളുടെ ഉള്ളില് ഡി കെയുടെ ദേഷ്യവും അസംതൃപ്തിയും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം. ഇതൊരു കൂട്ടുകുടുംബമാണ്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു നല്ല കുടുംബം. ജ്യോതി വന്ന് കയറിയതിനു ശേഷമുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. വേറെ ഒരു പ്രശ്നവും നമുക്കിടയിൽ ഇല്ല. നിങ്ങളും ഡി കെയും തമ്മിൽ ഒരു തെറ്റിദ്ധാരണയില്ല. കൂട്ടായിട്ട് ആലോചിക്കാതെ എടുത്തു ചാടി നിങ്ങൾ ഒരു കാര്യവും ചെയ്യരുത്.
എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നോടോ ഡിക്കയോടോ ആലോചിക്കണം. ഏട്ടത്തി എന്താ ഈ പറയുന്നത്? ഞങ്ങൾക്ക് DKയോട് എന്തിനാ ദേഷ്യം? ഞങ്ങളുടെ ഉള്ളിലെ വിഷമം പറഞ്ഞു എന്ന് മാത്രം. ഹേയ് ഇല്ലടതി, DKക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞങ്ങൾ ചെയ്യില്ല. നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ജ്യോതിയെ കല്യാണം കഴിച്ചത് തന്നെ തെറ്റായിരുന്നുവെന്ന് DKക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അത് DK തിരുത്തും, എനിക്ക് ഉറപ്പാ. പക്ഷേ നിങ്ങളെ സ്വന്തം മക്കളായിട്ട് DK സ്നേഹിച്ചത് തെറ്റാണെന്ന് തോന്നാൻ DKക്ക് ഇടവരുത്തരുത് ഒരിക്കലും. അതോർമ്മ വേണം. എന്തൊരു അധികാരം, എന്തൊരു ഉത്തരവാദിത്വം. മായച്ചയുടെ വിചാരം എല്ലാം മായച്ചയുടെ കയ്യിലൂടെയാ പോകുന്ന. ആദ്യം നമ്മുടെ ഈ പ്ലാൻ ഒന്ന് വിജയിക്കട്ടെ, എന്നിട്ട് ധൈര്യമായി നമുക്ക് നിവർന്നു നിൽക്കാം. മുന്നോട്ട് വെച്ച സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ഇനി പിന്നോട്ടില്ല. സ്വന്തം എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ കൂട്ടുകുടുംബത്തിനുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കാൻ ഞങ്ങൾക്കിനി വയ്യ. വാടി. ഹലോ മൈ ഡിയർ സൺ, എന്തു പറ്റി? മുഖത്തൊരു ദുഃഖം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ലെങ്കിലും ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇന്നുവരെ കൈകടത്തിയിട്ടില്ല. 3 പേരെയും അനന്തരവന്മാരായിട്ടല്ല, മക്കളായിട്ട് കരുതിയെ വളർത്തിയത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. ഞാൻ ഏറ്റെടുത്ത കടമ 100% ആത്മാർത്ഥതയോടെ തന്നെ നിറവേറ്റിയെന്ന എന്റെ വിശ്വാസം. എന്നിട്ടും അവർ എന്റെ വിശ്വാസം തെറ്റിക്കുന്നു, ഉത്തരവാദിത്തങ്ങൾ മറക്കുന്നു. ഇന്ന് റെസ്റ്റോറന്റിൽ അവരുണ്ടായിരുന്നെങ്കിൽ ജ്യോതി അവിടെ ഉണ്ടാക്കിയ ഇഷ്യൂ ഒഴിവാക്കാമായിരുന്നു. എവിടെ പോയിരുന്നു എന്ന എന്റെ ചോദ്യത്തിന് പുറത്ത് ഓർഡർ പിടിക്കാൻ പോയെന്ന് ഗോകുലും ബാലുവും കള്ളം പറഞ്ഞു. ഞാൻ അവരെ സ്നേഹിച്ചതും വളർത്തിയതും ഒന്നും അവർക്കറിയില്ലേ? നിനക്ക് തെറ്റുപറ്റി മൈസൻ. കാലം മാറി, ബന്ധങ്ങളുടെ അലകും പിടിയും മാറി, ചുറ്റുവട്ടങ്ങൾ മാറി. പക്ഷേ എന്റെ കുട്ടികൾ ഇങ്ങനെ മാറാൻ ഞാൻ എന്ത് തെറ്റിയതെന്ന് അമ്മ പറയുന്നേ? ഒരച്ഛനെ പോലെ കൈപിടിച്ച് നടത്തിയപ്പോ നീ അവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്തു. തെറ്റ് കണ്ടപ്പോ ശാസിച്ചു, ചിലപ്പോഴൊക്കെ വഴക്കം പറഞ്ഞു. ഗുരുവിനെ പോലെ ശരിയിലേക്ക് വഴി കാണിച്ചു. പക്ഷേ മൈ ബേട്ട, തന്നോടും വളർന്ന മക്കളെയും താനെന്ന് തന്നെ കരുതണം. അവർക്കൊരു നല്ല കൂട്ടുകാരനായി ജീവിക്കാൻ നീ മറന്നു. അതാ നിനക്ക് പറ്റിയ തെറ്റ്. കൂട്ടുകാരെ പോലെയോ? എന്റെ മക്കളല്ലേ അവർ? അവർ എങ്ങനെ എന്റെ കൂട്ടുകാരാകും? യെസ് മൈസൺ, ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും മക്കളും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. അച്ഛനോടും അമ്മയോടും പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്കൊരു സുഹൃത്തിനോട് പറയാൻ പറ്റും. അല്ല, ഞാൻ എന്തിനാ ഈ കുട്ടികളുടെ കൂടെ ഉത്സവ പറമ്പില് PP ഉതിയും ഡാൻസ് കളിച്ചൊക്കെ ഒപ്പം കൂടുന്നതെന്ന് നീ വിചാരിച്ചേ? അവര് പെൺകുട്ടികളാ. അവരോടൊപ്പം ഒരു കുട്ടിയായാലേ അവരെന്നെ ഒപ്പം കൂട്ടൂ. ഞാൻ ദൂരെ മാറി നിന്നാ അവരും ദൂരെ മാറി നിൽക്കും. കുട്ടികളും ഞാനും തമ്മിലുള്ള അകലം കൂടും. ഇങ്ങനെ ഫ്രണ്ട്സായെന്ന് കരുതി കുട്ടികൾക്കൊട്ട് റെസ്പെക്ട് കുറയുകയില്ല, മറിച്ച് സ്നേഹം കൂടുകയേ ഉള്ളൂ. നിന്റെ മരുമക്കാണെങ്കിൽ അച്ഛനുമില്ല അമ്മയുമില്ല. പകരം അച്ഛന്റെ സ്ഥാനത്ത് നീയും അമ്മയുടെ സ്ഥാനത്ത് ഞാനേ ഉള്ളൂ.
ഒരച്ഛന്റെ കടമ നീ വെരി ഗുഡായിട്ട് ചെയ്തു. ഇനി ഒരു ഫ്രണ്ടായിട്ട് നീ അവരോടൊപ്പം കൂടണം. അവർക്ക് വേണ്ടിയല്ലേ അമ്മേ ഞാനിതെല്ലാം ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും അവർക്കില്ലേ? മോനെ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ, ഉള്ളിൽ അടക്കി വെക്കാനുള്ളതല്ല. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ആരും ഒരു വിലയും കൽപ്പിക്കത്തില്ല. മക്കൾ അവരുടെ ഇഷ്ടത്തിനാ ഇക്കാലത്ത് ഇപ്പൊ ജീവിക്കുന്നത്. ഇഷ്ടമില്ലാത്തതിനെ കുറിച്ച് അവർ ഓർക്കുകയില്ല. അമ്മേ, ഞാൻ ഇങ്ങനെയാ, എനിക്കിങ്ങനെയാവാനേ പറ്റൂ. പലതും പ്രകടിപ്പിക്കാൻ അറിയില്ല. സ്നേഹം അങ്ങനെ കൊടുക്കണമെന്നറിയാത്ത ഫൂൾ. അമ്മ തന്നെ അവരോട് ചോദിക്കും അവരുടെ ഇഷ്ടം എന്താണെന്ന്. അവർക്ക് ഇഷ്ടമല്ലാത്തതും ചോദിക്കും. ഭാവിയിലെങ്കിലും അതൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാലോ. നിന്നെ വിട്ട് അവരാരും ഒന്നും ചെയ്യില്ല. നിന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോ നിന്റെ ശാസന കേട്ട് അത് അവർക്കൊരു ജോലി മാത്രമായിട്ടാ തോന്നുന്നത്. അവരെ സ്വതന്ത്രമായിട്ട് വിട്ടു നോക്ക്. അപ്പൊ അവർക്ക് ആ ഉത്തരവാദിത്തം മനസ്സിലാവും. എത്ര മനോഹരായിട്ടാ അമ്മ ഓരോരുത്തരെ മനസ്സിലാക്കുന്നു. 5 മക്കളെയും ഒപ്പം നിർത്താൻ സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച കുന്തിദേവിയേക്കാൾ എത്രയോ മുകളില അമരാവതിയിലെ ഈ അമ്മ. ദേ, നീയും അവരും രണ്ടല്ല, ഒന്നാ. അവർക്കത് മനസ്സിലാകണമെങ്കിൽ നീ ഒരു നല്ല ഫ്രണ്ട് ആവണം. അത്രേ ഞാനീ പറഞ്ഞതിനൊക്കെ അർത്ഥമുള്ളൂ. നിങ്ങൾ എന്തായി നോക്കുന്നേ? അല്ല, നിങ്ങളോടല്ലേ ചോദിച്ചേ ഇതിനകത്ത് കുത്തി തുറന്ന് നോക്കുന്ന എന്താന്ന്? ഞാനിവിടെ വെച്ചിരുന്ന പ്രിയമോളുടെ ജാതകം കാണുന്നില്ല, അതെവിടെ? നീ എടുത്തോ? പിന്നെ എനിക്കതല്ലേ പണി. അവിടെങ്ങാനും കാണും, മറ്റിടത്ത് നോക്കണം. അല്ല, നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? എന്റെ മോളുടെ ജീവിതം നശിച്ചു പോട്ടേന്നോ? എന്താ നീ പറഞ്ഞത്? നിന്റെ മോളോ? അതെ, ഇപ്പൊ അങ്ങനെയാണല്ലോ നിങ്ങളുടെ പെരുമാറ്റം. മൂത്ത മോള് നിങ്ങളുടെയും ഇളയത് എന്റെയും, അങ്ങനെയാണല്ലോ നിങ്ങളുടെ മനസ്സിലിരിപ്പോ. ഞാൻ എപ്പോഴാടി അങ്ങനെ പെരുമാറിയിട്ടുള്ളത്? പറയടി. എന്നെയും എന്റെ മോളെയും കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? എന്റെ മോൾക്ക് ഒരു നല്ല ജീവിതം കിട്ടുമെന്നായപ്പോ നിങ്ങൾ എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നേ? ആരെ കുറിച്ചാ നീ പറയുന്നത്? ആ അവിനാശം പറ്റിയോ? പിന്നല്ലാതെ ആരെ കുറിച്ചാ? നിലവിൽ ഒരു ഭാര്യയുള്ള അവന് നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുക്കണമെന്നാണോ നീ പറയുന്നത്? എടി, മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ലെവലേശം നിനക്കുണ്ടോ? കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ അവിടെ ഒരു പെണ്ണ് കിടപ്പുണ്ട്, അവന്റെ ഭാര്യ. അവളുടെ കഴുത്തിൽ കിടക്കുന്നതേ അവൻ കെട്ടിയ താലിയ. അത് പൊട്ടിച്ച് നമ്മുടെ മോളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കണമെന്നാണോ നീ പറയുന്നത്? നാളെ അവൻ പ്രിയയോട് ഇത് തന്നെ ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? അവൻ എന്റെ മോളോട് അങ്ങനെയൊന്നും ചെയ്യില്ല. അവര് തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാ. അവന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ടല്ലേ അവൻ നമ്മുടെ മോളെ കല്യാണം കഴിക്കുന്നത്. പിന്നെന്താ പ്രശ്നം? ഒന്നിന്റെ 2ാം കെട്ടുകാരൻ കല്യാണം കഴിച്ചതിന്റെ വേദനയും വിഷമവും എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഇതുവരെ ജ്യോതി മോൾ ഒരു നല്ല ജീവിതം തുടങ്ങിയിട്ടുണ്ടോന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ആ വീട്ടിൽ അവൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും വിഷമങ്ങളും നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം. പണവും പ്രതാപവും ഒന്നുമല്ല, മനസ്സിന്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. അത് കിട്ടുന്നവനാ ഭാഗ്യവാൻ.
അത് കിട്ടുന്ന കുടുംബമാ സന്തുഷ്ട കുടുംബം. അതറിയോ നിനക്ക്? പിന്നെ നിങ്ങളുടെ ഒരു പഴംപുരാണം. ഈ സാരാംശം വേദവാക്യൊന്നും കലത്തിലിട്ട് വേവിച്ച ചോറാവില്ല. അത് നിങ്ങളും മനസ്സിലാക്കിക്കോ. പണം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. എന്റെ മകൾ അവിനാശിനെ കല്യാണം കഴിക്കുന്നതിന് എനിക്ക് സമ്മതമാണ്. എനിക്ക് സമ്മതമല്ല. അശാലതേ, ഞാൻ നിന്നെ 2ാം കല്യാണം കഴിച്ചതാ. എന്റെ ഭാര്യ മരിച്ച് എന്റെ കുട്ടിക്ക് ഒരു അമ്മയെ വേണമായിരുന്നു, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. അതെനിക്ക് പണ്ടേ മനസ്സിലായതാ. നിങ്ങക്ക് വേണ്ടിയല്ലാന്ന്. നിങ്ങക്ക് എന്നെ കൊണ്ട് ഒരാവശ്യവും ഇല്ലാന്ന്. എങ്ങനെ ഒരു കുട്ടി ഉണ്ടായിപ്പോയി. നിങ്ങൾക്ക് അടുക്കളപ്പണി ചെയ്യാനും നിങ്ങളുടെ മോളെ വളർത്താൻ വേണ്ടിയല്ലേ എന്നെ കല്യാണം കഴിച്ചത്? അതൊക്കെ എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ എന്റെ മോളെ അതുപോലൊരു ദരിദ്രവാസി കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് സമ്മതമല്ല. എന്റെ മോളെ നല്ലൊരു പണക്കാരനെ കൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കും. നിങ്ങളെ എതിർത്താലും ഇല്ലെങ്കിലും. അങ്ങനെ എന്റെ സമ്മതമില്ലാതെ നിന്റെ തന്നിഷ്ടത്തിന് അവളുടെ കല്യാണം നടത്താമെന്ന് നീ വിചാരിക്കണ്ട. ഇനി ആ അവിനാഷിന്റെ പേര് ഈ വീട്ടിൽ ഉച്ചരിച്ചാൽ കൊന്നുകളയും ഞാൻ. നീയും നിന്റെ മോള് 1000 തവണ ആവർത്തിച്ച് പറഞ്ഞാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ കല്യാണം നടക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. നമുക്ക് കാണാം. നിങ്ങൾ എങ്ങനെയൊക്കെ തുള്ളിയാലും എന്റെ മോളെ ഞാൻ അവന് തന്നെ കെട്ടിച്ചു കൊടുക്കും. ഹലോ മൈ ഡിയർ സൺ, ഹാവ് എ ടീ ബ്രേക്ക്. ഇന്നെന്താ ചായ കൊണ്ട് അമ്മ തന്നെ വന്നത്? അമ്മയല്ലേ മക്കൾക്ക് ചായ കൊണ്ടുവരേണ്ടത്. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ മറ്റാരും ഇല്ലേന്നാ ചോദിച്ചത്. മറ്റാരെന്ന് പറഞ്ഞാ നീ ആരെയാ ഉദ്ദേശിച്ചത്? നിന്റെ വൈഫിനെയാണോ? ഹലോ മൈ ഡിയർ സൺ, വെറുതെ ചായ കൊണ്ടെത്തരാനും ചോറുണ്ടാനും വിളിക്കാനുള്ളതല്ല വൈഫ്. ആ വൈഫിന് വേറെയും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അനുവദിച്ചു കൊടുക്കുകയും വേണം. ആ ബേക്കറിക്കാരിക്കും അവൾ ഇവിടുന്ന് പോകുന്ന അന്നേ എന്റെ തലവേദന മാറും. നിന്റെ തലവേദന നീ തന്നെയാ. അത് നീ ആദ്യം മനസ്സിലാക്കണം. അതൊക്കെ പോട്ടെ, എനിക്ക് അമ്മയോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അമ്മ ഇന്നലെ പറഞ്ഞപ്പോഴാ എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായത്. ഞാൻ എന്റെ മരുമക്കൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൊടുക്കണമായിരുന്നു. ഞാനിതുവരെ എന്റെ ബിസിനസ് അവരുടെ ബിസിനസ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ അവർക്കിത് അവരുടെ ബിസിനസ് അല്ല എന്നൊരു തോന്നലുണ്ടായി. അപ്പൊ പിന്നെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ അവർക്കും തീർച്ചയായും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് ശരിയാ മണി. നീ അവരെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വിടണം. അപ്പം അവരുടെ ഉത്തരവാദിത്തം അവർക്ക് മനസ്സിലാവും. ശരിയമ്മേ, ഞാൻ അവർക്ക് വേണ്ടി പുതിയൊരു ബിസിനസ് ആലോചിക്കുന്നുണ്ട്. തൽക്കാലം ഇത് അമ്മ അവരോട് പറയണ്ട. ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ. ഓ ശരി ശരി ആയിക്കോട്ടെ. ഹലോ ഡി കെ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം തന്നെ. ഞാനൊരു ഹെൽപ്പ് ചോദിക്കാനാ ഇപ്പൊ തന്നെ വിളിച്ചത്. സാറിന് എന്റെ ഹെൽപ്പോ? എന്ത് ഹെൽപ്പ് വേണം സാർ? പറയൂ, ഐ ആം റെഡി. എനിക്കല്ല, എന്റെ മരുമക്കൾക്ക്. ശ്രീരാമനെയും ഗോകുലിനെയും ബാലുവിനെയും നിങ്ങൾക്കറിയില്ലേ? അവരെ അറിയില്ലെന്നോ? അവരല്ലേ ഡി കെയുടെ ബിസിനസിന്റെ നെടുന്തൂണുകൾ. അവർക്ക് വേണ്ടി ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് മാത്രമായിട്ട്. അതിന് ഒരു ലോൺ വേണം. ഗ്യാരണ്ടർ ഞാൻ തന്നെയാ. പ്രപ്പോസൽ ഞാൻ അയച്ചുതരാം. ഓക്കെ സാർ. നിങ്ങൾ ഗ്യാരണ്ടറായി നിന്നാൽ ലോൺ കൊടുക്കാനാണോ പ്രയാസം? എത്ര കോടി വേണമെങ്കിലും ബാങ്ക് കൊടുക്കും. ഓക്കെ, താങ്ക് യു.
ബേക്കറിക്കാരി നീ എന്താ പിന്നിൽ വന്ന് ഒളിച്ചു നിൽക്കുവാണോ? ആ അതെ, ഒളിച്ചു നിൽക്കുമായിരുന്നു. എന്നാലല്ലേ നിങ്ങൾ രഹസ്യം പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതിന് ഞാനിവിടെ രഹസ്യമൊന്നും പറഞ്ഞില്ലല്ലോ, ഉറക്കെയല്ലേ സംസാരിച്ചു. അതെ, നേരത്തെ അമ്മയോട് സീക്രട്ട് എന്നോ സർപ്രൈസ് എന്നോ ഒക്കെ പറയുന്ന കേട്ടല്ലോ. ഓ, അത് നീ ഒളിച്ചെന്ന് കേട്ടോ? ഞാൻ എല്ലാം കേട്ടു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? മരുമക്കൾക്ക് പുതിയ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാനാ? നീ പതുക്കെ സംസാരിച്ചാ മതി, എനിക്ക് കേൾക്കാം. പതുക്കെയല്ല, ഞാൻ ഉറക്കെ തന്നെ സംസാരിക്കും. മരുമക്കളെ ഓടി വന്നേ. നിങ്ങളുടെ അമ്മാവ് നിങ്ങൾക്ക് പുതിയ ബിസിനസ് തുടങ്ങി തരാൻ പോകുന്നു. അതെ മരുമക്കളെ ഓടി പോ.